നമസ്കാരം. ഇന്ന് നമ്മളിവിടെ നോക്കാനായിട്ട് പോകുന്നത് നിങ്ങളുടെ ഇപ്പോഴത്തെ അവസ്ഥയും ഈ ഒരു അവസ്ഥയിൽ യൂണിവേഴ്സിന് എന്താണ് നിങ്ങളോട് ഈ ഒരു സമയത്ത് പറയാനായിട്ടുള്ളത് എന്നുള്ളതുമാണ്. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ കാർഡ് ഷഫിൾ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, എല്ലാവർക്കും റെസനേറ്റ് ആകില്ല. അപ്പോൾ ഇവിടെ കിട്ടിയിരിക്കുന്ന കാർഡുകൾ 7 ഓഫ് വാൺസ്, കിങ് ഓഫ് വാൺസ്, 2 ഓഫ് സോർട്സ്, 3 ഓഫ് പെൻഡക്കിൾസ്, പേജ് ഓഫ് സോർട്സ്, നൈറ്റ് ഓഫ് സോർട്സ്, 6 ഓഫ് സോർട്സ്, നൈറ്റ് ഓഫ് വൺസ്. അപ്പോൾ ഇത്രയുമാണ് നമുക്കിവിടെ കിട്ടിയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നേരെ റീഡിങ്ങിലോട്ട് കടക്കാം. ആദ്യം തന്നെ ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നത് ഈ ഒരു സമയത്ത് ഇനി എന്ത് ചെയ്യും എന്ന് നിങ്ങൾ ചിന്തിച്ചിരിക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. പക്ഷേ നിങ്ങൾ വിജയിക്കും കേട്ടോ. എന്തൊക്കെയോ ബുദ്ധിമുട്ടുകൾ ഈ ഒരു സമയത്ത് നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേർന്നെങ്കിൽ പോലും നിങ്ങൾ വിജയിക്കുമെന്നാണ് ഇവിടെ യൂണിവേഴ്സിന് നിങ്ങളോട് പറയാനായിട്ടുള്ളത്. അതുപോലെ തന്നെ ഒരുപക്ഷെ നിങ്ങളുടെ ജോലി സ്ഥലത്തായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ കുടുംബത്തിൽ നിന്നായിരിക്കാം, എവിടെ നിന്നോ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാത്ത ഒരു ചതി ലഭിച്ചതായിട്ട് കാണിക്കുന്നുണ്ട്. അത് ഒട്ടും തന്നെ നിങ്ങൾ പ്രതീക്ഷിച്ചിരുന്നില്ല. അപ്പോൾ അതിൽ നിന്നും ഈ ഒരു സമയത്ത് നിങ്ങൾ കരകയറാനായിട്ടുള്ള ശ്രമത്തിലാണെന്നാണ് ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. ഒരുപക്ഷെ അത് നിങ്ങളുടെ ജോലി സ്ഥലത്തായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ കുടുംബത്തിലായിരിക്കാം. അതുപോലെ തന്നെ ഇവിടെ ഒരുപാട് പേർക്ക് നിങ്ങളോട് അസൂയ ഉള്ളതായിട്ട് കാണിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് നിങ്ങളെ പിന്നിൽ നിന്നും കുത്തിയതായിട്ടാണ് ഇവിടെ കാണിക്കുന്നത് കേട്ടോ. അതായത് അപ്രതീക്ഷിതമായ ഒരു അറ്റാക്ക് നിങ്ങൾക്ക് നേരിടേണ്ടി വന്നതായിട്ടാണ് ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. പക്ഷെ നിങ്ങൾ വിജയിക്കും. അതുപോലെ തന്നെ ഈ ഒരു സമയത്ത് ഒരു കാര്യത്തിന് നിങ്ങൾ തീരുമാനമെടുക്കേണ്ട സമയമായിരിക്കുന്നു എന്നാണ് യൂണിവേഴ്സിന് നിങ്ങളോട് പറയാനായിട്ടുള്ളത്. പക്ഷേ നിങ്ങൾക്ക് ചെറിയൊരു ആശങ്കയുണ്ട്, ഇതിലേതാണ് ശരിയെന്ന് തിരഞ്ഞെടുക്കാനുള്ള ഒരു ആശയക്കുഴപ്പത്തിൽ നിങ്ങൾ നിൽക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. ഏതാണ് ശരി ഏതാണ് തെറ്റെന്ന് നിങ്ങൾക്ക് ഒരു ചെറിയ ഒരു കൺഫ്യൂഷൻ ഉള്ളതായിട്ട് കാണിക്കുന്നുണ്ട്. അതായത് അപ്പോൾ യൂണിവേഴ്സിന് നിങ്ങളോട് പറയാനായിട്ടുള്ളത്, എന്താണോ നിങ്ങളുടെ ഇൻഡ്യൂഷൻ പറയുന്നത് അത് നിങ്ങൾ തിരഞ്ഞെടുക്കുക എന്നുള്ളതാണ്. ആ ഇൻഡ്യൂഷനിൽ നിന്നും നിങ്ങൾക്ക് ലഭിക്കുന്ന കാര്യങ്ങൾ അത് ശരിയായിരിക്കും. അപ്പോൾ അതുമായി നിങ്ങൾ മുന്നോട്ട് പോവുക എന്നാണ് യൂണിവേഴ്സിന് നിങ്ങളോട് പറയാനായിട്ടുള്ളത്. അതുപോലെ തന്നെ ഈ ഒരു സമയത്ത് മറ്റുള്ളവരുടെയൊക്കെ ചില സഹായങ്ങൾ നിങ്ങൾ തേടുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. മറ്റുള്ളവരുടെ സഹായങ്ങൾ തേടുന്നതിലുപരി അവരുടെ വാക്കുകൾ നിങ്ങൾ ഒരുപാട് കേൾക്കാതിരിക്കണം എന്ന് യൂണിവേഴ്സ് പറയുന്നുണ്ട്. കാരണം നിങ്ങൾക്കുള്ളത് നിങ്ങളുടെ കയ്യിൽ തന്നെ ഉണ്ട് എന്നാണ് യൂണിവേഴ്സിന് നിങ്ങളോട് പറയാനായിട്ടുള്ളത്. മറ്റുള്ളവരുടെ വാക്കുകൾ നിങ്ങൾ കേട്ടുകൊള്ളൂ, പക്ഷേ അത് തന്നെ പ്രാവർത്തികമാക്കണം എന്ന് നിങ്ങൾ വിചാരിക്കരുത്. കാരണം ഒരുപക്ഷെ അവരുടെ വാക്കുകൾ നിങ്ങളെ തെറ്റായ വഴിയിലോട്ട് നയിച്ചേക്കാം. അതുകൊണ്ട് നിങ്ങളുടെ ഇൻഡ്യൂഷൻ എന്താണോ പറയുന്നത് അത് കേട്ട് നിങ്ങൾ മുന്നോട്ട് പോവുക എന്നാണ് ഈ ഒരു സമയത്ത് യൂണിവേഴ്സിന് നിങ്ങളോട് പറയാനായിട്ടുള്ളത്. അതുപോലെ തന്നെ മറ്റൊരു കാര്യം ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നത്, ഈ ഒരു സമയത്ത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഒരു ആക്ഷൻ എടുക്കേണ്ട സമയമായി. പക്ഷെ നിങ്ങൾ ഇവിടെ മുന്നോട്ട് പോകണോ പിന്നോട്ട് പോകണോ എന്നൊക്കെ ഒരു ആശങ്കയിലൊക്കെ നിൽക്കുന്നതായിട്ടാണ് കാണിക്കുന്നത്. അതുപോലെ തന്നെ നിങ്ങളിൽ പലരും ഇവിടെ പുതിയ എന്തൊക്കെയോ കാര്യങ്ങൾ പഠിക്കുവാനും ചെയ്യുവാനും പോകുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. ഒരുപക്ഷെ നിങ്ങൾ പുതിയ കാര്യങ്ങൾ, പുതിയ ജോലിക്ക് കയറുന്നതായിരിക്കാം, അല്ലെങ്കിൽ പുതിയ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ പഠന സംബന്ധമായിട്ട് പഠിക്കുന്നതായിരിക്കാം. എന്തു തന്നെയായാലും പുതിയ ചില കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്യാൻ നിൽക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. പക്ഷേ ഇതിനോടൊപ്പം തന്നെ നിങ്ങൾക്കിവിടെ ഒരു താല്പര്യക്കുറവും കാണിക്കുന്നുണ്ട്. അതിന് കാരണം ചിലരുടെ കളിയാക്കലുകളാണെന്നാണ് ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. ചിലപ്പോൾ നിങ്ങൾ എന്തെങ്കിലും ഒരു കാര്യങ്ങൾ ഒരുപക്ഷെ നിങ്ങൾക്ക് ആ ഒരു കാര്യം ചെയ്യേണ്ട, ഒരുപക്ഷെ നിങ്ങൾക്ക് ഏജ് കൂടുതലായിരിക്കാം, ആ ഒരു കാര്യം ചെയ്യാൻ പറ്റിയ സമയം ആയിരിക്കില്ല എന്നൊക്കെ മറ്റുള്ളവർ നിങ്ങളെ പറഞ്ഞ് കളിയാക്കുന്നതൊക്കെ ആയിട്ട് കാണിക്കുന്നുണ്ട്. പക്ഷേ യൂണിവേഴ്സിന് നിങ്ങളോട് പറയാനായിട്ടുള്ളത്, നിങ്ങൾ ഒട്ടും വൈകിട്ടില്ല. മറ്റുള്ളവരുടെ ഉള്ളിൽ നിങ്ങൾ വിജയിക്കുമോ എന്ന അസൂയ കൊണ്ടാണ് അവർ നിങ്ങളെ കളിയാക്കുന്നത്. തീർച്ചയായിട്ടും നിങ്ങൾ അത് കേട്ട് പിൻവാങ്ങി നിരാശരായി മടങ്ങരുത്, മുന്നോട്ട് തന്നെ പോവുക. മറ്റുള്ളവരുടെ ആരുടെയും വാക്കുകൾ ഈ ഒരു സമയത്ത് നിങ്ങൾ കേൾക്കാനായിട്ട് പാടില്ല എന്നാണ് യൂണിവേഴ്സിന് നിങ്ങളോട് പറയാനായിട്ടുള്ളത്. ശക്തമായിട്ട് നിങ്ങൾ മുന്നോട്ട് പോവുക എന്നാണ്. അതിൽ നിന്ന് തീർച്ചയായിട്ടും നിങ്ങൾക്കൊരു വിജയം തന്നെയാണ് ഇവിടെ വരുന്നത്. നിങ്ങൾ എന്ത് കാര്യമാണോ ആഗ്രഹിക്കുന്നത് അതിൽ നിങ്ങൾക്കൊരു വിജയം കണ്ടെത്താൻ സാധിക്കും. ഒരു വിജയത്തിൽ നിങ്ങൾ എത്തിച്ചേരുമെന്നാണ് യൂണിവേഴ്സ് നിങ്ങളോട് പറയുന്നത്. ഒരുപാട് ദുരന്തപൂർണമായ കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്പോൾ സംഭവിച്ചതായിട്ടൊക്കെ കാണിക്കുന്നുണ്ട്. പക്ഷെ അതിൽ നിന്നൊക്കെ നിങ്ങൾക്കിവിടെ ഒരു കരകയറ്റം ഉണ്ടാകും എന്നാണ് ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. അതുപോലെ തന്നെ മറ്റൊരു കാര്യം ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നത്, നിങ്ങളിൽ പല വ്യക്തികളും വിദേശത്ത് പോകാൻ സാധ്യതയുള്ളതായിട്ട് കാണിക്കുന്നുണ്ട്. നിങ്ങൾക്ക് വളരെയധികം, ഒരുപക്ഷെ നിങ്ങൾ പ്രായമുള്ള വ്യക്തിയാണെങ്കിൽ പോലും ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് വളരെയധികം എനർജി ഉള്ളതായിട്ട് കാണിക്കുന്നുണ്ട്. എന്ത് ജോലി ചെയ്യുമ്പോഴും അതിനോടൊരു ആത്മാർത്ഥതയും
അത് നേടിയെടുക്കാനുള്ള ആ ഒരു ജോലിയിൽ ആത്മാർത്ഥത കാണിക്കാനും ആ ഒരു ജോലി നേടിയെടുക്കാനും ഒക്കെ ഉള്ളൊരു കഴിവ് നിങ്ങൾക്കുള്ളതായിട്ടൊക്കെ ഇവിടെ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സിറ്റുവേഷനിൽ തീർച്ചയായിട്ടും നിങ്ങൾ മുന്നോട്ട് പോവുക. നിങ്ങൾക്ക് കരകയറാൻ സാധിക്കും. മറ്റുള്ളവരുടെ വാക്കുകൾ വിലക്കെടുക്കാതിരിക്കുക, മുന്നോട്ട് പോവുക എന്ന് തന്നെയാണ് യൂണിവേഴ്സിന് ഈ ഒരു സമയത്ത് നിങ്ങളോട് പറയാനായിട്ടുള്ളത്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ റീഡിംഗ് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പേഴ്സണൽ റീഡിംഗ് ആവശ്യമുള്ളവർക്ക് വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. എല്ലാവർക്കും നന്മ വരട്ടെ. താങ്ക്